കോട്ടയം പാമ്പാടിയിലുള്ള ഒരു കടയിലാണ് ഞാനുള്ളത്. ഈ കടയിലെ ജീവനക്കാർക്ക് എല്ലാവർക്കും കടയുടമ 2000 രൂപ സമ്മാനം നൽകിയിരിക്കുന്നു. ഒപ്പം 8 സ്റ്റാഫിന് ഗോവ വിനോദ യാത്ര ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അല്ലേ നൽകിയിരിക്കുകയാണ് കടയുടമ. എന്താണ് ഇങ്ങനെ സഞ്ജു ഫാൻസ് ആണോ? കട്ട ഫാനാണ്. നമ്മുടെ മലയാളികളുടെ ചേട്ടൻ, ഇപ്പൊ ഇന്ത്യയുടെ മൊത്തം ചേട്ടൻ, ലോകത്തിന്റെ ചേട്ടനാണ് സഞ്ജു. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്? അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ സഞ്ജു ഫസ്റ്റ് ക്വാർട്ടറിൽ അടിച്ച ദിവസം ഞാൻ ഉറങ്ങുമ്പോൾ 3:30 ഫുള്ള് കമന്ററികളും കണ്ട് സഞ്ജുവിനെ കുറിച്ചുള്ള ഫുള്ള് വാർത്തകൾ വായിച്ച് അത്ര സന്തോഷം. കാരണം സഞ്ജു ക്രീസിൽ നിൽക്കുമ്പോൾ അത്ര പ്രഷറിലാണ് നമ്മൾ കളി കണ്ടിട്ടുള്ളത്. ഞാനും ഗ്ലൗ ഒക്കെ ഇട്ട് പാടൊക്കെ ചെയ്ത് ബാറ്റൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. അത്ര ഫാനാണ്. ഇവരോട് ചോദിച്ചാൽ അത് എത്ര ഫാനാണെന്നുള്ളത്. ക്വാർട്ടറിൽ ജയിച്ചപ്പോൾ അവർക്ക് കൊടുത്തല്ലോ. ക്വാർട്ടറിൽ ജയിച്ചപ്പോൾ 500 കൊടുത്തു, സെമി ജയിച്ചപ്പം 1000 കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എല്ലാ കളിയും സഞ്ജു മാൻ ഓഫ് ദ മാച്ച് ആയാലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ സെമിയിൽ 1000 കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇന്ത്യ ജയിച്ചാൽ മതി, 2 കളി മാൻ ഓഫ് ദ മാച്ചായി, നമ്മുടെ സെക്കൻഡ് ടീമിൽ സെറ്റായി. ഇനിയിപ്പം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം വൺഡേയിലും ടെസ്റ്റിലും വരണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ IPL വരുന്നുണ്ടല്ലോ, IPL ടോപ്പ് സ്കോററാണ്. പൈസ കുറച്ച് മേടിക്കുന്നുണ്ടല്ലോ. ഈ മാസം ബോണസ് ആണോ? എന്താ സന്തോഷം. അതാണ്. കളി കണ്ടോ ഇന്നലെ? കളി കണ്ടു. മനസ്സിലായി സഞ്ജു ചേട്ടനൊക്കെ? മനസ്സിലായി. അടിപൊളി. പൈസ എന്താ തോന്നുന്നു? ഞങ്ങക്ക് പറയാൻ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. നേരത്തെ ഗ്രൂപ്പ് ഘട്ടം മുതൽ തുടങ്ങണമെന്ന് ക്വാർട്ടറിൽ ടീം കണ്ടപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫോണൊക്കെ എടുത്ത് സൈലന്റ് ആക്കി വെച്ചു. ഫുള്ള് TV നോക്കി ഓരോ ബോളും നോക്കി ഇരുന്ന് എന്താ പറയുന്നത്, ശ്വാസം പിടിച്ചിട്ടാണ് നമ്മൾ കളി കണ്ടത്. സഞ്ജു മാൻ ഓഫ് ദ മാച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര ഹാപ്പി. നമ്മൾ 3 മണി കഴിഞ്ഞ് അന്ന് ഉറങ്ങിയപ്പോൾ ഫുള്ളി തന്നെ നോക്കിയിരിക്കും. അതിൻ്റെ പേരിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് എല്ലായിട്ട് സന്തോഷം പങ്കുവെച്ചാണ്. അതിങ്ങനെയാവും നമ്മൾ ഓർത്തില്ല എത്ര ഇതാവും. ഇന്നലെ കളി കണ്ട ആരൊക്കെ ഉണ്ട്? ഇന്നലെ കണ്ടു. അതെ ഇഷ്ടായി. ഇനി എല്ലാ കളിയും കാണും. ഞാൻ ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റിന്റെ വലിയ ഫാനാ. എല്ലാ കളിയും മുടങ്ങാതെ കാണും. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് അപ്പം പൂട്ടിയിട്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഒരു കടക്കാരൊരു മനസ്സൂടെ ഉണ്ടല്ലോ, അതിലാണ് ഏറ്റവും സന്തോഷം. I really enjoy meeting people who love the game and who support me, and I'm looking forward to give something back. Maybe I might make his day today, making his day and his day for his family. I think let's see how well I can perform here. See, my hands are shivering. Really, I don't know what to say because I'm so excited. നമസ്കാരം. തൊട്ടോട്ടെ. എന്തുണ്ട് ഏട്ടാ? സുഖല്ലേ? എന്തുണ്ട്? സുഖാണോ? ശരിക്കും പറഞ്ഞുണ്ടല്ലോ. അതെ. ഉള്ളിന്ന് ഒത്തിരി സ്നേഹിച്ചതാ. താങ്ക് യു. ഹലോ, ഹായ്. നമസ്കാരം. ഒന്നോട്ടെ വിളിക്കേ ചേട്ടാ, വിളിക്കുന്നേ. ഞാൻ അകത്തോട്ടേക്ക് വിളിക്കട്ടെ. ചേട്ടനല്ലേ നമ്മൾ മാച്ച് ജയിച്ചാല് എന്തോ എല്ലാവർക്കും ഓരോരോ പൈസ എന്തോ ഓഫർ ചെയ്തേക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ചേട്ടൻ നേരിട്ട് കാണുമോ. നമ്മൾ ലൈഫിൽ പോലും ഓർത്തില്ല കാണാൻ പറ്റും. ഞാൻ അതൊക്കെ പറഞ്ഞു പോകും. ഇല്ല. അടിപൊളി. എന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ എന്റെ ഭാഗ്യം ചേട്ടനെ പോലത്തെ ആൾക്കാരാണ്. You know, in my life, I never loved someone like you. എന്താ ഫുഡ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടുപ്പേ. ശരിക്കും ആ ഒരു ഉള്ളിൽ നമ്മൾ അത്രയും പാഷനോടെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. എത്ര ത്രില്ല് മാറിയോ? ഇല്ല, മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഹൃദയത്തിൽ നിന്ന് ചെയ്തൊരു കാര്യമാണ്. ഒരിക്കലും അദ്ദേഹം നമ്മളെ വരുമെന്നോ കാണുമെന്നോ ഒന്നും നമ്മൾ ഓർത്തതേ അല്ല. റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് സഞ്ജു ചേട്ടനെ ഒന്ന് കാണണം, കുറച്ച് നേരം ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡ് സീരീസ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് ആയപ്പം അന്ന് ഭയങ്കര സെമിയിലും ഫൈനലും അടിച്ചെങ്കിലും ക്വാർട്ടറിലായിരുന്നു നമുക്ക് ഭയങ്കര സന്തോഷം വന്നത്. അന്നൊരു 3 മണി കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരാതെ ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ സ്റ്റാഫുമായിട്ടാണ് പങ്കുവെക്കുന്നത്. അപ്പം കാരണം നമ്മൾ ഈ കടയുടെ സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിന് ഇട്ടേക്കുന്ന പേര് തന്നെ ഫിയ ഫാമിലി എന്നാണ്. നമ്മുടെ കട വരുന്ന ഒരാൾ പിന്നെ നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് നമ്മളവരെ കാണുന്നത്. അപ്പം ഞാൻ അന്ന് സ്റ്റാഫിനൊരു ക്യാഷ് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. രാവിലെ വന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതാണ്. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. അത് സഞ്ജു ചേട്ടൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം നമ്മളെ കാണാൻ വന്നു. ഒരിക്കലും എന്നാ പറയുന്നത്, കാണാൻ വന്നാൽ മാത്രമല്ല 1.5 മണിക്കൂറോളം നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കഴിച്ചു. അതിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്നോട് പറഞ്ഞു ഒത്തിരി നാൾ കൂടി ബോൾ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഓവർ ബോൾ ചെയ്ത് തന്നു. നമ്മൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലത്തിനും മേളിലായി. അദ്ദേഹം ഇന്ത്യൻ ടീമിൽ വരണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഫോളോ ചെയ്യുന്നു. നമ്മൾ ഹൃദയത്തിൽ നിന്നൊരു കാര്യം ആഗ്രഹിച്ചാൽ നമുക്കത് സാധിച്ചു കിട്ടും. നമ്മൾ ഹൃദയത്തിൽ നിന്നൊരു കാര്യം ആഗ്രഹിച്ചാൽ നമുക്കത് സാധിച്ചു കിട്ടും.